എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു O നെഗറ്റീവിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ O നെഗറ്റീവും ചേട്ടൻ O പോസിറ്റീവുമാണ്. അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ല, നെഗറ്റീവ് ആർക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആൻറ്റിഡി എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കും. അതാകുമ്പോൾ എടുക്കും, ഡെലിവറി കഴിയുമ്പോഴും എടുക്കുമായിരുന്നു. എനിക്ക് എടുത്തായിരുന്നു. പിന്നെ അതിൻ്റെ പ്രൊലൂട്ടൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനും കൊണ്ട് എടുക്കുമായിരുന്നു. ഈ ഇടയ്ക്ക് വയറുവേദന, ഇടയ്ക്ക് നടുവേദനയൊക്കെ അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ എടുക്കുമായിരുന്നു. അതിൽ തന്നെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് നോർമലായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പറൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത്. അവിടെ ഒരു ഡോക്ടർ സീമ എന്നുള്ള ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നോർമലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ 3 മാസമൊക്കെ കഴിഞ്ഞ് സ്കാനിങ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ നോർമലായിരുന്നു, കൊച്ചിനൊക്കെ ഒക്കെ നോർമലായിരുന്നു. അങ്ങനെ 5-ാം മാസത്തിന്റെ സ്കാനിങ് 4D സ്കാനിങ് ആണ്. അപ്പം അതിന് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് അവർ വിളിക്കും അവരുടെ ഡേറ്റ് ആണ് നമ്മളെ വിളിക്കും. അപ്പം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പം അതിൻ്റെ ഇടയിലേക്ക് നടുവേദന വേദനയൊക്കെ എനിക്ക് നല്ലോണം മഞ്ഞുണ്ട്. അപ്പം ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ഇന്ന പോലെ ഇഞ്ചക്ഷൻ എടുക്ക്, അല്ലെങ്കിൽ മരുന്ന് ടാബ്ലറ്റ് തരും, പിന്നെ ഓൾമെന്റ് തന്നായിരുന്നു. അപ്പൊ ഇതൊക്കെ പറ്റും. അപ്പൊ ഞാൻ 2 ദിവസം കാണിച്ചു കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാനുണ്ട്. അപ്പോഴും ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ല, ഓൾമെന്റ് എന്നെ പറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടായിരുന്നു. അപ്പൊ 5ാമത്തെ സ്കാനിങ്ങിന് പറഞ്ഞ ഡേറ്റിനല്ല എന്നെ സ്കാനിങ് സെന്ററിൽ നിന്ന് വിളിച്ചു. അവർ നേരത്തെ വിളിച്ച് ഒരാള് ഇല്ല, അപ്പൊ അന്ന് അമൃതയ്ക്ക് വരാൻ പറ്റുമെന്ന് വെച്ച് വിളിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ വരാന്ന് പറഞ്ഞുകൊണ്ടും ഞാനും അമ്മയും കൂടി അന്ന് ഒരു 2 മണിക്ക് ആകുന്ന സമയത്ത് ഞങ്ങൾ ചെന്നായിരുന്നു. ഓട്ടോ വിളിച്ച് ചെന്ന് അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറി. അല്ല, ആ ടൈമിലൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇരിക്കുമ്പോൾ അവിടെ മുഖം കാണാല്ല. 5ാം മാസത്തിലെ സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ 3D സ്കാനിങ് ഒക്കെ അല്ലേ. അങ്ങനെ സ്കാനിങ്ങിനൊക്കെ കയറി. അപ്പൊ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് അമൃതെങ്കിലും വീണ തട്ടിയ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും ഇതായിട്ടില്ല അല്ല ഞാൻ പറയണത്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഡോക്ടറെ കാണിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഡോക്ടറെ കാണിക്കുന്നില്ല, നാളെ കാണിക്കുള്ളൂ, നാളെ ചേട്ടനായിട്ട് പോയിട്ട് കാണിക്കാന്ന് വെച്ചിരിക്കണം പറയാം. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കാം എന്ന് പറയണേട്ടാ. അപ്പൊ ഞാൻ ഡോക്ടറിനെ ചോദിച്ചു ഡോക്ടർ എന്താണ് പറയാമോ എന്ന് വെച്ച്. അപ്പൊ ഡോക്ടർ നമുക്ക് ടെൻഷൻ അടിക്കരുത്, ബേബി വയറ്റിൽ തന്നെ കിടന്ന് പോയിന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് സ്കാൻ ചെയ്ത് കിടക്കണേള്ള. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആ സമയത്ത് അറിയില്ലേ, ശരിക്കും അറിയില്ല, കട്ടായിപ്പോയി. ഞാൻ അങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ട് അവിടെ ചെയറുണ്ട്, ഈ മധുരമീൻ ചാരിട്ട ചെയറുണ്ടായിരുന്നു. ആ ചെയറിന് ഇങ്ങനെ വന്നിരുന്നിട്ട് എനിക്കൊരു അക്ഷരം പോലും വായിന്ന് മിണ്ടാൻ പറ്റില്ല. അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അമ്മ ഡോക്ടറിന്റെ അടുത്ത് കയറി ചോദിച്ചു ഡോക്ടർ എന്താണ് കാര്യം എന്നൊക്കെ ആ സ്കാനിങ് സെന്ററിൽ നിന്ന് ചോദിച്ചപ്പോ ഡോക്ടർ ഇന്ന പോലെയൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പറവൂർക്ക്. അപ്പൊ ഡോക്ടർ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ അവരെ വിളിച്ചായിരുന്നു, അവർക്കൊന്നും വരാൻ പോലും പറ്റിയില്ല. അപ്പൊ അങ്ങനെ തന്നെ അവിടെയുള്ള കാഷ്വാലിറ്റി ഡോക്ടർ എമർജൻസി ആയിട്ട് കളമശ്ശേരിയിലേക്ക് എന്നെ റെഫർ ചെയ്തായിരുന്നു. അങ്ങനെ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ അറിയാതെ ചെന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ 1,00,000 ഒരാളൊക്കെ ഇരിക്കും, അത്രയിലും വന്നേക്കുന്ന ഒരാളായിരിക്കും. അവർക്കൊക്കെ ഡെയിലി വന്ന് കണ്ട് പരിചയമുള്ള ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ നമുക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പാരന്റ്സ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്തോ ആവട്ടെ, അപ്പൊ നമ്മുടെ പൈസയും ഇല്ല, വേറെ ഹോസ്പിറ്റലിൽ പോവാനായിട്ടൊന്നും പൈസ ഉണ്ടായില്ല ആ ടൈമിൽ. അപ്പൊ അങ്ങനെ അവിടെ തന്നെ നിന്ന് അവിടെ കിടത്തി. ആദ്യം സാധാ പോലെ തന്നെ നമുക്ക് പെയിൻ വരാൻ വേണ്ടി ഉള്ളിൽ മരുന്നൊക്കെ വെച്ച്, കാരണം 5 മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ, സാധാ നോർമൽ പോലെ പ്രസവിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് വെച്ച് അങ്ങനെ 2 ദിവസം മരുന്ന് വെപ്പിച്ച് 3-ാം ദിവസം ലേബർ റൂമിൽ തന്നെ കയറ്റിയിട്ടാം. ഈ ലേബർ റൂമിൽ കിടന്നിട്ട് ഒരു ദിവസം ഫുള്ള് ലേബർ റൂമിന്റെ ഉള്ളിൽ കിടന്ന് അതിനൊക്കെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാനുണ്ട്. ഒന്നാമത്തെ എനിക്ക് അത് പറയാട്ടാ, ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്. ഈ കുഞ്ഞ് എത്ര ദിവസം മരിച്ചെടുക്കണമെന്നും സ്കാനിങ്ങിൽ അറിയാൻ പറ്റുള്ളായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് വേറെ ശരീരത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ കിടന്ന സമയത്താണ് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ക്ഷമിക്കണോണ്ട് എല്ലാവരും. ചിലപ്പോൾ അവിടെയൊക്കെ ലാംഗ്വേജിനെ കുറച്ച് പ്രശ്നമൊക്കെ വരും. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും, ഈ വന്നും പോയും പഠിക്കുന്ന ആൾക്കാരൊക്കെ ഈ വന്ന് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് സാധാ പോലെ കുഞ്ഞിന് ജീവനില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പുഷ് ചെയ്ത് പുറത്തേക്ക് വരത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, വേദന കൂടാനുള്ള ഇഞ്ചക്ഷൻ തരും. വേദന കുടിക്കുമ്പോൾ ഞാൻ അവിടെ കിടന്ന് പൊളഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കി ഭയങ്കരമായിട്ട് ഇതാവും. അപ്പൊ വേദന കുറയാൻ വേണ്ടി ഇഞ്ചക്ഷൻ തരും. അപ്പൊ പിന്നെ കുറഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി കഴിയുമ്പോൾ അവര് പിന്നെയും വേദന കൂടാനുള്ള ഇഞ്ചക്ഷൻ തരും. അങ്ങനെ ഒരു ദിവസം മൊത്തം ഞാനിങ്ങനെ വേദന കൂടാനും കുറയാനുമുള്ള ഇഞ്ചക്ഷൻ ഇങ്ങനെ നല്ല പെയിനാട്ടാ. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം മനസ്സിലായി, സുഖപ്രസവവും മനസ്സിലായി, സിസേറിയന്റെ വേദന മനസ്സിലായിട്ടാ. അങ്ങനെ നല്ലോണം വേദനക്കുള്ളത് തന്നും കുറച്ചും
ആ ടൈമിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ആയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ പരലോകം കണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെ എനിക്ക് ശരിക്കും ഓർമ്മയൊക്കെ ഇതായി പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം നമുക്കറിയത്തില്ല എന്തിൻ്റെയാണ് ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഭയങ്കര ഒച്ചപ്പടക്കായി. അങ്ങനെ ബാത്റൂമിൽ പോകാൻ എഴുന്നേക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് പ്രസവിച്ചിരിക്കുന്നത്. പക്ഷെ ജീവൻ ആയിരുന്നുള്ളൂ, ഒരാണുവായിരുന്നു. അങ്ങനെ തന്നെ അവര് ആ കുഞ്ഞിനെ ഒരു ബോട്ടിലാക്കിയിട്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ കൊടുത്തായിരുന്നു. അപ്പം കൊടുത്തോണ്ട് പറഞ്ഞ് ഈ കുഞ്ഞിന് ബയോപ്സി കഴിക്കണം, കുഞ്ഞ് എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഡോക്ടേഴ്സ് തന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ആ ബോട്ടിലാക്കിയിട്ട് അവന് കൊടുത്തായിരുന്നു. ആണുവാവി എന്നിട്ടത് അങ്ങനെ ബയോപ്സിക്കൊക്കെ കൊടുത്ത്. അപ്പം കുഞ്ഞിൻ്റെ തലടി ഭാഗത്ത് ഇത്രയും ഭാഗം ഇങ്ങനെ വിണ്ട് പോലെയൊക്കെ ഉണ്ടായി. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഇത്ര മാസം കഴിഞ്ഞപ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ലായിരുന്നത് കൊണ്ട് പ്രഷർ അടിച്ചിട്ട് ഇത് പൊട്ടിയെന്നാണ് പറഞ്ഞത് ബയോപ്സിയിൽ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോന്ന്. ആ സമയത്തൊക്കെ എൻ്റെ ഇതൊക്കെ റിലേക്ക് ആകെ പോയി, നഷ്ടപ്പെട്ടു പോയി. കിളിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് സെക്കൻഡ് പ്രഗ്നൻ്റ് ആയി. അതാണ്ട് ഞങ്ങളുടെ മികമോള് സെക്കൻഡ് പ്രഗ്നൻ്റ് ആയി. അപ്പം അതിലെന്നെ പേടിയായിരുന്നു, ഇനിയും എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഒന്നും അറിയാത്തതുകൊണ്ട്. ആദ്യത്തെ ഒരു അനുഭവം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് പോവണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം പ്രൈവറ്റിൽ തന്നെ പോവാം, നമുക്ക് എന്തെങ്കിലും ലോൺ എടുത്തിട്ടായാലും പ്രൈവറ്റിൽ പോയി പ്രസവിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് അമ്മയൊക്കെ പറഞ്ഞു, മോനെ പുതിയൊരു ഡോക്ടറാണ് വന്നേക്കണം, അവിടെ ഞങ്ങൾക്ക് അവിടെ പോയി കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നത് കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞത് എന്താ പറയാ, ആ ഡോക്ടർ ഉള്ളത് കൊണ്ട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് രണ്ട് കുഞ്ഞുമക്കളേക്ക് കൈ കിട്ടിയായിരുന്നിട്ടാ. ആ ഡോക്ടറിന്റെ പേര് ശ്രീലത എന്നാണ്. അത് ശരിക്കും ദൈവം തന്നെ ഉണ്ടാവും. ആ ഡോക്ടറിന് നിന്റെ കുഞ്ഞിങ്ങനെ മരിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്, അപ്പൊ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, നമുക്ക് ആ കുഴപ്പം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു ഡോക്ടറാണ് പറഞ്ഞത്. ഇന്നതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതിനൊരു 10,000 രൂപ 8,000 രൂപയ്ക്ക് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഞങ്ങൾ ചെയ്തായിരുന്നു. ചെയ്തപ്പോ APTT എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് എനിക്ക് പോസിറ്റീവ് ആയിരുന്നത്. അതിന്റെ കൗണ്ടും കുറച്ച് ഇതായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോ ഡോക്ടറിനെ കാണിച്ച്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അതിനൊരു മരുന്നുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അപ്പൊ അത് ഏതെടുക്കണം, ഇങ്ങനെ എടുക്കാവോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നൊരു ഡോക്ടർ ഉണ്ട്, ദീപ എന്നാ അങ്ങനത്തെ പേര് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ആ ഡോക്ടറെ പോയി കണ്ട് ആ ഡോക്ടറിന്റെ റെഫറൻസും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 2 മാസമോ 1.5 മാസമോ അങ്ങനത്തെ പ്രഗ്നന്റ് ആയിരിക്കേണ്ട സമയം ഉണ്ടാ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ എക്കോസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന്, ആക്വോസ്പിരിൻ, ആ മരുന്ന് കഴിച്ചോ, കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്ന് ഇവിടെ തിരിച്ച് ഈ ഡോക്ടറെ ഒന്ന് കണ്ട. അപ്പോൾ ഈ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഡോക്ടർ എന്നെ വിളിക്കുമായിരുന്നു, എന്ത് പറഞ്ഞു ഡോക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു വിളിക്കുമായിരുന്നു. നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഡോക്ടറെ കണ്ട് ഈ ഡോക്ടർ പറയണ പോലെ എല്ലാം ചെയ്ത്. പക്ഷെ ഡോക്ടർക്ക് ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായിരുന്നില്ല, ഈ കുഞ്ഞിനെ കിട്ടുമെന്ന്. 5 മാസം കഴിയാതെ ഡോക്ടറും ഒരു ഉറപ്പ് പറഞ്ഞിരുന്നില്ല. 5 മാസം കഴിഞ്ഞാലേ എനിക്കും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കാരണം ഒന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ കുഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിങ്ങനെ എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. ഞങ്ങൾ എല്ലാ ദൈവങ്ങളെയും വിളി തുടങ്ങി, എല്ലാ അമ്പലത്തിലും വഴിപാട് തുടങ്ങി, പള്ളിയിൽ വഴിപാട് തുടങ്ങി. എവിടെയൊക്കെ നേർച്ച ഇറങ്ങും അവിടെയൊക്കെ എല്ലായിടത്തും നേർച്ച നേർന്ന്. മികമൊക്കെ എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളിയിലൊക്കെ നേർച്ച നേർന്നിട്ടാ. തുലാഭാരം അങ്ങനെ എല്ലാം നേരാൻ തുടങ്ങി. ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്നറിയില്ല 5 മാസം കഴിഞ്ഞ് ആൾക്കൊരു കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് 6-ാം മാസത്തിൽ ഷുഗർ തുടങ്ങിയായിരുന്നു, നല്ല ഹൈ ആയിരുന്നു. ഇൻസുലിൻ എടുത്തിട്ടാണ് കേട്ടോ അതായത് 16ഉം 14ഒക്കെ ഇൻസുലിൻ എടുത്തായിരുന്നു. പിന്നെ അതിൽ പെട്ടെന്ന് ഡെലിവറി ആവുകയും ചെയ്തായിരുന്നു. എനിക്ക് പെയിൻ വന്ന് പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് അവരങ്ങനെ വെക്കുകയും ചെയ്തില്ല. 36 ആഴ്ചയും 2 ദിവസമായപ്പം മികമോക്ക് സിസറിൻ ചെയ്തെടുത്തായിരുന്നു. ആൾക്ക് വെയിറ്റ് ഒന്നും കുഴപ്പമുണ്ടായില്ല, ആൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ മഞ്ഞപ്പ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സദുരന്റെ 2ാമത്തെ ബേബി ആൾക്ക് 3 വയസ്സായപ്പോഴാണ് ഞാൻ 2ാമത്തെ ബേബിനെ പ്രഗ്നന്റ് ആയതും ആള് വന്നതൊക്കെ. ഇപ്പം ആൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ബ്ലഡിൽ DCT എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവാണ്.
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മികമോള് പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവാണ്. അപ്പൊ അവളുടെ പോസിറ്റീവ് ബ്ലഡിന്റെ എന്തോ അണുക്കളിലെന്തോ പറഞ്ഞതാ ഡോക്ടർ. എന്തോ വന്ന് ഇതാക്കിയിട്ട് ഈ കുഞ്ഞിന്റെ ആന്റിബോഡി നശിപ്പിക്കണ സാധനങ്ങളും കൂടി ആന്റിബോഡി നശിപ്പിക്കണമെന്നാ പറഞ്ഞത് ബ്ലഡിൽ ഇതുകൊണ്ട്. അപ്പൊ ഇതിനുള്ള പ്രതിരോധമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ അവിടെ DCT എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവാണ്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറിനോട് വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞൊന്നില്ലെങ്കിൽ ബ്ലഡ് മാറ്റി കയറ്റണം, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുഞ്ഞിന്റെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിനെ കാണിച്ചത് ചാലാക്കയിലാണ്. അപ്പൊ ഡോക്ടർ കാണിച്ച് ഡോക്ടറിനോട് പറഞ്ഞപ്പോ ഡോക്ടർ 2 ആഴ്ച, ഒരാഴ്ച, 2 ദിവസം, 3 ദിവസം, 1.5 വിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അത്രയും ദൂരം കൂടുതലായതുകൊണ്ട് ഞങ്ങളുടെ കുഴപ്പുള്ളി മെഡിക്കൽ ട്രസ്റ്റിൽ ഞങ്ങൾ കാണിച്ചു. പിന്നെ ഡോക്ടർ ഡോക്ടറെ കാണിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കും, കുറഞ്ഞാന്നറിയാൻ വേണ്ടി നോക്കാൻ പറഞ്ഞപ്പോൾ അത് 2+ ആയി. പോസിറ്റീവ് എന്നുള്ളത് 2+ ആയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പീഡിയാട്രിക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമൃത വേറെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ, വേറെ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞോണ്ടും ഇന്ന ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞതുണ്ട്, ലിസി ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഡോക്ടറെ കാണിക്കുക, ബ്ലഡിന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ 2 മാസമായി. ഡോക്ടർ പറഞ്ഞത് നമുക്കിനിപ്പോ അടുത്ത മാസം എന്താന്ന് വെച്ചാൽ പറയാ. കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്ത പാക്ക് പോസിറ്റീവ് തന്നെ 2+ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ വരുന്ന മാസം, ഈ മെയ് മാസം 23-ാം തീയതി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് എന്തായാലും പറയാന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇനി വരുന്ന റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെ ലൈക്കിന് വേണ്ടിയിട്ടോ ഒന്നിനല്ല കേട്ടാ. എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഈ നെഗറ്റീവുകാരുടെ ഇതെന്താണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആരും പേടിപ്പിക്കാൻ വേണ്ടിയും പറയണല്ല, എല്ലാവർക്കും ഇങ്ങനെ വരുമൊന്നുമല്ല ഞാൻ പറയണത്. എനിക്ക് വന്നൊരു അനുഭവം ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തത്. ആരും പേടിക്കണ്ട, എല്ലാവരും കെയർഫുള്ളായിട്ടും ഇരിക്കുക. പ്രഗ്നന്റ് ആയിരിക്കുന്നവരൊക്കെ ഇത് കണ്ടാരും ടെൻഷൻ അടിക്കാതെ ഞാൻ ഈ വീഡിയോ ചെയ്തെന്നും പറഞ്ഞുണ്ടോ, ആരും ടെൻഷൻ അല്ല. ആർക്കും ഇങ്ങനെ വരുമോന്നൊന്നുമല്ല ഞാൻ പറയണത്. എനിക്ക് വന്നൊരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ശരി, ബൈ.